ഹായ് ബ്രിഡ്ജ് എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ UGC നെറ്റ് അറബിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണോ? എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണ്. നെറ്റ് സിലബസിലെ ഓരോ യൂണിറ്റും നമുക്ക് ഒരുമിച്ച് സിമ്പിളായി പഠിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ അതോ കുറച്ച് ടഫായിരുന്നോ? താഴെ കമന്റ് ചെയ്യണേ. ഇനി ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ വേണ്ടതെന്ന് തീർച്ചയായും നിർദ്ദേശിക്കണം. ഇതുപോലെ ഓരോ യൂണിറ്റും കവർ ചെയ്യുന്ന കൂടുതൽ ക്ലാസുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. ഹലോ, UGC നെറ്റ് അറബിക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഉമവി കാലഘട്ടത്തിലെ കവിതയെക്കുറിച്ച് പഠിക്കുമ്പോഴുണ്ടല്ലോ, ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു പേരുണ്ട്, അലഖ്തൽ. ഒരു കൊടുങ്കാറ്റ് പോലെ ഉമവി കൊട്ടാരത്തിലേക്ക് വന്ന് ഖലീഫമാരുടെ ഏറ്റവും പ്രിയപ്പെട്ട കവിയായി മാറിയ ആ പ്രതിഭയുടെ കഥയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്ക് ഈ കഥയിലൂടെ തന്നെ മനസ്സിലാക്കിയെടുക്കാം. ഏതൊരു കഥാപാത്രത്തെയും നമ്മൾ മനസ്സിലാക്കി തുടങ്ങേണ്ടത് അവരുടെ പേരിൽ നിന്നാണല്ലോ, അല്ലേ? അൽ അഖ്തൽ എന്നത് അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേരല്ല, അതൊരു ഇരട്ട പേരാണ്. അറബിയിൽ ഇതിന്റെ അർത്ഥം വായാടി അല്ലെങ്കിൽ നാക്കിനെല്ലില്ലാത്തവൻ എന്നൊക്കെയാണ്. ആളുകളുടെ അഭിമാനത്തെയും കുലമഹിമയെയും ഒക്കെ വാക്കുകൾ കൊണ്ട് കീറിമുറിക്കുന്നതിലുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവാണ് ഈ പേര് നേടിക്കൊടുത്തത്. സത്യം പറഞ്ഞാൽ ഈ ഒരു സ്വഭാവം തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അൽ അഖ്തലിൻ്റെ ഈ കഥ നമുക്ക് ഒരു 5 ഭാഗങ്ങളായിട്ട് തിരിച്ചു മനസ്സിലാക്കാം. ആദ്യം തന്നെ ആരായിരുന്നു ഈ മനുഷ്യനെന്ന് നോക്കാം. പിന്നെ ഉമവി കൊട്ടാരത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രമാറ്റിക് എൻട്രി. അതിനുശേഷം എങ്ങനെയാണ് അദ്ദേഹം ഖലീഫയുടെ പ്രിയപ്പെട്ട കവിയായി മാറിയതെന്ന കഥ. പിന്നെ വരുന്നത് അറബി സാഹിത്യത്തിലെ തന്നെ എക്കാലത്തെയും വലിയൊരു കാവ്യയുദ്ധത്തിലെ അദ്ദേഹത്തിൻ്റെ റോളാണ്, ജരീറും ഫറസ്തക്കുമായുള്ള മത്സരം. അവസാനം ഒരു കവി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ശൈലിയും സംഭാവനകളും എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. ശരി, അപ്പോൾ നമുക്ക് നമ്മുടെ ഈ കഥയുടെ നായകനെ ഒന്ന് അടുത്തറിയാം. ആരായിരുന്നു യഥാർത്ഥത്തിൽ ഈ അൽ അഖ്തൽ? എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്? അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അബൂ മാലിക് ഗിയാത്ത് ഇബ്നു ഗൗത്ത് അത്തഗ്ലബി എന്നാണ്. ഈ പേരിൽ തന്നെ പരീക്ഷയ്ക്ക് വേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം ഒരു നസ്രാനിയായിരുന്നു, അതായത് ഒരു ക്രിസ്ത്യാനി. 2, അദ്ദേഹം തഗ്ലീബ് എന്ന അതിശക്തമായ ഗോത്രത്തിലെ ഒരംഗമായിരുന്നു. ഒരു ഇസ്ലാമിക ഖിലാഫത്തിന്റെ ആസ്ഥാനത്ത് ഒരു ക്രിസ്ത്യൻ കവിക്ക് എങ്ങനെ ഇത്രയധികം സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു എന്നത് അദ്ദേഹത്തിന്റെ കഥയിലെ ഏറ്റവും വലിയൊരു അത്ഭുതമാണ്. അങ്ങനെ തഗ്ലിബ് ഗോത്രത്തിൽ കഴിഞ്ഞിരുന്ന ഈ ചെറുപ്പക്കാരന്റെ ജീവിതം അങ്ങ് മാറി മറിയുകയാണ്. അതും ഉമവി കൊട്ടാരത്തിൽ നിന്ന് ഒരു വിളി വന്നപ്പോൾ. അതെങ്ങനെ സംഭവിച്ചു എന്നതിന് പിന്നിലൊരു കഥയുണ്ട്. കഥ തുടങ്ങുന്നത് ഖലീഫ യസീദ് ഇബ്നു മുആവിയയിൽ നിന്നാണ്. അദ്ദേഹത്തിന് അൻസാറുകളെ ആക്ഷേപിച്ച് ഒരു കവിത വേണമായിരുന്നു. അദ്ദേഹം നേരെ കാബ് ഇബ്നു ജുവൈൽ എന്ന കവിയെ സമീപിച്ചു. പക്ഷെ കാബ് പറഞ്ഞു, പ്രവാചകനെ സഹായിച്ച ഒരു ജനതയെ ആക്ഷേപിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. പക്ഷേ അദ്ദേഹം യസീദിനെ വെറുതെ വിട്ടില്ല. പകരം ഒരു ഐഡിയ പറഞ്ഞുകൊടുത്തു. എന്റെ ഗോത്രത്തിൽ ഒരു ക്രിസ്ത്യൻ പയ്യനുണ്ട്. അവന്റെ നാക്കൊരു കാളയുടെ നാക്കുപോലെയാണ്, എന്തും പറയാനൊരു മടിയുമില്ലാത്തവൻ. ആ പയ്യനായിരുന്നു നമ്മുടെ അഖ്തൽ. വളരെ സെൻസിറ്റീവായ ആ ദൗത്യം അഖ്തൽ ഒരു മടിയും കൂടാതെ ഏറ്റെടുത്തു. അതായിരുന്നു ഉമവി കൊട്ടാരത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ ഗോൾഡൻ ടിക്കറ്റ്. അങ്ങനെ അഖ്തൽ എഴുതി. അറബി സാഹിത്യത്തിലെ വലിയ കോളിളക്കം സൃഷ്ടിച്ച ആ വരികൾ. എല്ലാ പ്രതാപവും ഖുറേശികൾ സ്വന്തമാക്കി, എന്നാൽ നീചത്വം അൻസാറുകളുടെ തലപ്പാവിനിടയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ ഒരൊറ്റ വരി മതിയായിരുന്നു അദ്ദേഹത്തിന്റെ റേഞ്ച് എന്താണെന്ന് ഉമവികൾക്ക് മനസ്സിലാവാൻ. തങ്ങൾക്ക് വേണ്ടി എന്തും പറയാൻ മടിക്കാത്ത, നാക്കിന് മൂർച്ചയുള്ള ഒരു പോരാളിയെ അവർക്ക് കിട്ടിയിരുന്നു. അപ്പോൾ കൊട്ടാരത്തിലെത്തിയതോടെ അഖ്തലിന്റെ സമയം തെളിയുകയായിരുന്നു. വെറുമൊരു കവിയായി ഒതുങ്ങിയില്ല, പുള്ളി പതുക്കെ പതുക്കെ ഉയർന്ന് ഖലീഫയുടെ സ്വന്തം കവിയായി ഷായിർ അമീറുൽ മുഅ്മിനീനായി മാറി. ഓരോ ഖലീഫയുടെ കാലത്തും അദ്ദേഹത്തിന്റെ സ്ഥാനം മാറുന്നത് നമുക്ക് കാണാൻ പറ്റൂ. യസീദിന്റെ കൂടെ ഒരു സുഹൃത്തിനെ പോലെ, മദ്യപാന സദസ്സുകളിലെ ഒരു പാർട്ട്ണറെ പോലെയായിരുന്നു അദ്ദേഹം. എന്നാൽ പിന്നീട് വന്ന ശക്തനായ ഖലീഫ അബ്ദുൽ മലിക് ബിൻ മർവാന്റെ കാലമായപ്പോഴേക്കും അഖ്തൽ ഒരു ഒഫീഷ്യൽ പൊസിഷനിലേക്ക് വന്നു. അബ്ദുൽ മലിക്കാണ് അദ്ദേഹത്തിന് ബനു ഉമയ്യയുടെ കവി, പിന്നെ വിശ്വാസികളുടെ നേതാവിന്റെ കവി എന്നീ സ്ഥാനപ്പേരുകളൊക്കെ നൽകി ആദരിച്ചത്. അബ്ദുൽ മലിക്കുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ബന്ധത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് കഫൽ ഖതീനു എന്നു തുടങ്ങുന്ന അദ്ദേഹത്തിന്റെ മാസ്റ്റർപീസ് കവിത. മുസാബ് ബിൻ സുബൈറിനെ യുദ്ധത്തിൽ തോൽപ്പിച്ച അബ്ദുൽ മലിക്കിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഈ കവിത ഉമവി കാലഘട്ടത്തിലെ മധുകവിതകളിൽ ഏറ്റവും മികച്ച ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. ഈ കവിതയുടെ പേര് പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, ഓർത്തുവയ്ക്കണം. ഇനി നമ്മൾ വരുന്നത് അറബി സാഹിത്യത്തിലെ എക്കാലത്തെയും വലിയൊരു യുദ്ധത്തിലേക്കാണ്. ഇത് വാളുകൊണ്ടുള്ള യുദ്ധമായിരുന്നില്ല, വാക്കുകൾ കൊണ്ടുള്ള യുദ്ധമായിരുന്നു.
നഖായിദ് എന്നറിയപ്പെടുന്ന ഈ കാവ്യയുദ്ധത്തിലെ പ്രധാന പോരാളികളായിരുന്നു ജരീറും ഫറസ്ദക്കും. ഈ രണ്ട് അധികായന്മാർക്കിടയിലേക്ക് മൂന്നാമനായിട്ട് നമ്മുടെ അഖ്തലും കടന്നുവന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ചോദ്യം വരുന്നത്, ഈ രണ്ട് സിംഹങ്ങളിൽ ആരാണ് മികച്ചതെന്ന് വിധിക്കണം. ഒന്ന് ആലോചിച്ചു നോക്കൂ, ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ രണ്ട് കവികളെ വിലയിരുത്താനുള്ളൊരു ചുമതല. അഖ്തൽ എന്തു പറഞ്ഞിരിക്കും? അദ്ദേഹം പറഞ്ഞ ആ വിധിവാചകം അറബി സാഹിത്യത്തിൽ പിന്നീടൊരു പഴഞ്ചൊല്ല് പോലെയായി മാറി. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ളൊരു ഭാഗമാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കുക. അദ്ദേഹം പറഞ്ഞു, ജരീർ ഒരു സമുദ്രത്തിൽ നിന്ന് കോരിയെടുക്കുന്നവനാണ്, എന്നാൽ ഫറസ്ദക് പാറയിൽ നിന്ന് കൊത്തിയെടുക്കുന്നവനും. എന്തൊരു മനോഹരമായ ഉപമയാണത്, അല്ലേ? അതിൻ്റെ അർത്ഥമെന്താണ്? ജരീറിന്റെ കവിതകൾക്ക് ഒരു കടൽ പോലെ ആഴവും പരപ്പുമുണ്ട്. വാക്കുകൾ അദ്ദേഹത്തിലേക്ക് ഒരു പുഴ പോലെ അനായാസമായി ഒഴുകിവരുന്നു. എന്നാൽ ഫറസ്ദക്കിന്റെ കവിതയോ, അത് പാറയിലൊരു ശില്പം കൊത്തിയെടുക്കുന്നതുപോലെയാണ്. ഓരോ വാക്കും ശ്രദ്ധയോടെ ചെത്തിയെടുത്ത് നല്ല ഉറപ്പുള്ളതും കരുത്തുറ്റതുമാക്കുന്നു. അതിന് നല്ല കഠിനാധ്വാനം ആവശ്യമാണ്. ഒരേ സമയം രണ്ടുപേരെയും പ്രശംസിച്ചു, എന്നാൽ അവരുടെ സ്റ്റൈൽ എന്താണെന്ന് കൃത്യമായി വരച്ചുകാട്ടുകയും ചെയ്തു. ശരിക്കും ഒരു ബ്രില്യന്റ് വിധിയായിരുന്നു അത്. ശരി, ഇനി നമുക്ക് അൽ അഖ്ലിന്റെ കാവ്യലോകത്തേക്ക് ഒന്നുകൂടി ആഴത്തിലിറങ്ങിച്ചെല്ലാം. എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ കവിതയുടെ പ്രധാന സവിശേഷതകൾ? UGC നെറ്റ് പരീക്ഷയിലെ ചോദ്യങ്ങൾ പലപ്പോഴും ഈ ഭാഗത്തു നിന്നാണ് വരാറുള്ളത്. ഒന്നാമതായി, അദ്ദേഹത്തിന്റെ ഹിജാൾ, അതായത് ആക്ഷേപ കവിതകൾ വ്യക്തിപരമായിരുന്നില്ല. അദ്ദേഹം ഒരു വ്യക്തിയെ ആക്രമിക്കുമ്പോൾ പോലും ശരിക്കും ലക്ഷ്യം വെച്ചത് ആ വ്യക്തിയുടെ ഗോത്രത്തെ മുഴുവനുമായിരുന്നു. രണ്ടാമത്തെ പോയിന്റുണ്ടല്ലോ, അത് ഭയങ്കര രസമാണ്. അദ്ദേഹം രാഷ്ട്രീയ എതിരാളികളെ കളിയാക്കാൻ വേണ്ടി ഗസൽ അഥവാ പ്രണയകവിതയുടെ ശൈലി ഉപയോഗിച്ചു. പിന്നെ നല്ല കവിത എഴുതാൻ വേണ്ടി മദ്യം കഴിക്കുന്നൊരു ശീലം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു. കവികളിൽ അഷായ്ക്ക് മാത്രമേ തനിക്ക് മുകളിലൊരു സ്ഥാനമുള്ളൂ എന്ന് വിശ്വസിച്ചിരുന്ന ഒരു വലിയ ആത്മാഭിമാനിയായിരുന്നു അദ്ദേഹം. അവസാനമായി, താൻ എഴുതിയ കവിതകൾക്ക് നീളം കൂടിപ്പോയി എന്ന് തോന്നുമ്പോൾ അതിലെ ഒരു 1/3 ഭാഗം വെട്ടിക്കുറച്ച് ഏറ്റവും മികച്ചത് മാത്രം പ്രസിദ്ധീകരിക്കുന്നൊരു ശീലവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഉമബി കൊട്ടാരങ്ങളെ തന്റെ വാക്കുകൾ കൊണ്ട് വിറപ്പിച്ച ആ മഹാകവി ഖലീഫ വലീദ് ബിൻ അബ്ദുൽ മലിക്കിന്റെ ഭരണത്തിന്റെ തുടക്കത്തിൽ ഹിജ്റ 95-ൽ തന്റെ 70-ാം വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. അപ്പം നമ്മൾ ഈ കഥ അവസാനിപ്പിക്കുന്നത് ഒരു വലിയ ചോദ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ്. ശക്തമായൊരു ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ, ഉമവി ഖിലാഫത്തിന്റെ ഒഫീഷ്യൽ കവിയായി, ഷായിറു അമീറുൽ മുഅ്മിനീനായി ഒരു ക്രിസ്ത്യാനിയായ അൽ അഖ്തലിന് എങ്ങനെ മാറാൻ കഴിഞ്ഞു? അത് അദ്ദേഹത്തിന്റെ കഴിവാണോ, അതോ ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകതയാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടുമ്പോൾ നിങ്ങൾക്ക് ഉമവി കാലഘട്ടത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാവരും നന്നായി പഠിക്കുക. അപ്പോ നമ്മൾ പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയാലോ? ഈ വിഷയത്തിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും, അല്ലേ? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇനി എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകും? നിങ്ങളുടെ പഠനത്തിന് ഒരു മുതൽക്കൂട്ടാകാൻ പറ്റിയ ഒരു വഴിയുണ്ട്. അതാണ് ബ്രിഡ്ജ് 6 എഡ്യൂക്കേഷന്റെ ഈ പുതിയ പ്രിന്റഡ് ബുക്ക്. ഈ ബുക്കിനെ സ്പെഷ്യൽ ആക്കുന്നത് ഇതിന്റെ ഉള്ളടക്കം തന്നെയാണ്. നമ്മുടെ ഓരോ ക്ലാസ്സിലെയും പോയിന്റ്സും കഴിഞ്ഞ 5 വർഷത്തെ നെറ്റ് എക്സാം ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. ഈ ബുക്കിന്റെ ഒരു കോപ്പി ഓർഡർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓർഡർ ചെയ്യാൻ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്താൽ മതി. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിലെ ഈ പുസ്തകം ഒരു വലിയ സഹായമാകട്ടെ. നിങ്ങളുടെ പഠനത്തിനും ശോഭനമായ ഭാവിക്കും എന്റെ എല്ലാവിധ ആശംസകളും. അപ്പോ അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.